അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വൺ ഷോട്ട് ലൈവുകളായിട്ട് ഓരോ ചാപ്റ്റേഴ്സും നമ്മുടെ ലൈവ് സെഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാമിനേക്കുള്ളൂ. സോ എന്തായാലും നമുക്ക് 10ാം ക്ലാസ് ആണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഫുൾ A1 എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലിൽ വരുന്ന ലൈവുകളും അതേപോലെ ഈ ഒരു വീഡിയോസ് ഒക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിലെ 2 ചാപ്റ്റേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മുടെ എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നായിരുന്നു, ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് അല്ലേ. അതേപോലെ നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്ന മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതേപോലെ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. കാരണം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട് ആണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, കുറച്ച് ലെങ്തി ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ദ ഇൻഡസ്ട്രിയൽ പ്രോസസ് യൂസ്ഡ് ഫോർ ദ manufacturing of caustic soda involves electrolysis of an aqueous solution of compound X. In this process, 2 gases Y and Z are liberated. Y is liberated at cathode and Z, which is liberated at anode, on treatment with dry slacked lime forms a compound B. Name X, Y, Z and B. ഓക്കെ, കുറേ ആൾക്കാരുടെ പേര് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ആദ്യം തന്നെ എന്താ പറഞ്ഞത്, അതായത് നമ്മുടെ കോസ്റ്റിക് സോഡയുടെ മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യുന്നത് ഏതോ ഒരു അക്വ സൊല്യൂഷൻ്റെ ഇലക്ട്രോലൈസിസ് ആണ്. എന്തിൻ്റെ അക്വ സൊല്യൂഷൻ ഇലക്ട്രോലൈസിസ് മക്കളെ പറഞ്ഞേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ബ്രൈൻ സൊല്യൂഷൻ്റെ ഇലക്ട്രോലിസിസ് വഴിയാണ് നമ്മുടെ കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആരായിരിക്കും, നമ്മുടെ NaCl. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ അക്വ സൊല്യൂഷൻ അല്ലേ. ഉപ്പുവെള്ളത്തെയാണ് സിമ്പിളായിട്ട് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് NaCl ആണെന്ന് മനസ്സിലായി. ഇനി നോക്കിയേ, 2 gases Y and Z are liberated. Y is liberated at cathode. ഇങ്ങനെ നമ്മുടെ സോഡിയം ബ്രൈൻ സൊല്യൂഷൻ ഇലക്ട്രോലിസിസ് ചെയ്യുന്ന സമയത്ത് 2 ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു ഗ്യാസ് കാത്തോഡിലും ഒരു ഗ്യാസ് ആനോഡിലുമാണ്. കാത്തോഡിൽ ഏത് ഗ്യാസ് ആയിരുന്നു മക്കൾ ഉണ്ടാവും, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹൈഡ്രജൻ അല്ലേ. ആനോഡിൽ ക്ലോറിനും കാത്തോഡിൽ ഹൈഡ്രജനും ആണ്. അപ്പോൾ ACCH എന്ന് ആലോചിക്കുക. അപ്പോൾ കാത്തോഡിൽ സ്വതന്ത്രമാകുന്ന ആളാണ് Y എന്ന് പറയുന്നത്. സോ അതാരാണ്, ഹൈഡ്രജൻ ആണ്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, Y is liberated at cathode and Z, which is liberated at anode, on treatment with dry slacked lime forms a compound B. Z എവിടെയാണ് ഉണ്ടാക്കുന്നത്? Z എന്ന് പറയുന്ന ആള് ആനോഡിലാണ്. ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാസിനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സ്ലാക്ഡ് ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനോഡിൽ കിട്ടുന്ന ആ ഒരു ഗ്യാസ് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ ക്ലോറിൻ ആണ് കേട്ടോ. Cl2 ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോറിൻ ആണ്. അപ്പോൾ Z നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ഉള്ളത്, അതായത് ഈ Z എന്ന് വെച്ചാൽ ആരാ, ക്ലോറിൻ. ക്ലോറിൻ സ്ലാക്ഡ് ലൈമുമായിട്ട്, ഡ്രൈ സ്ലാക്ഡ് ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഒരു B എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ മക്കളെ B എന്ന് പറയുന്ന കോമ്പൗണ്ട്? നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ക്ലോറിൻ ഡ്രൈ സ്ലാഗ്ഡ് ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്, നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിനെ കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ പ്രോസസ്സ് ഇതെന്ന് പറയുന്നത് എന്താണ്, ബ്ലീച്ചിങ് പൗഡർ ആണ് അല്ലേ. ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മുടെ ആൻസർ. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താ, CaOCl2, കാൽഷ്യം ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആസിഡ് പ്രസന്റ് ഇൻ ടൊമാറ്റോ. അതായത് നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസസിൽ പ്രസന്റ് ആയിട്ടുള്ള കുറേ ആസിഡ്സിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ, തക്കാളിയിലുള്ള ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെത്തനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ആൻഡ് ഓക്സാലിക് ആസിഡ്. ഏതാ മക്കളെ കറക്റ്റ്? നമ്മുടെ തക്കാളിയിൽ, ടൊമാറ്റോയിലുള്ള ആസിഡ് എന്ന് പറയുന്ന ആരാണ്, ഓക്സാലിക് ആസിഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ പോലത്തെ, ലെമൺ പോലത്തെ നമ്മുടെ സിട്രസ് ഫ്രൂട്ട് ആണെങ്കിൽ അതിൽ സിട്രിക് ആസിഡ് ആയിരിക്കും. നമ്മുടെ വിനെഗർ ആണെങ്കിൽ, അച്ചാറൊക്കെ ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിനെഗറൊക്കെ ആണെങ്കിൽ അതിൽ അസിറ്റിക് ആസിഡ് ആയിരിക്കും. നമ്മുടെ നെല്ലിക്കയിലാണെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. ടാമറിൻ, നമ്മുടെ പുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ആലോചിച്ച് വെക്കാം കേട്ടോ. അതേപോലെ ഹണിബിയിലൊക്കെ മെത്തനോയിക് ആസിഡ് ആണ്. ഉറുമ്പിൽ മെത്തനോയിക് ആസിഡ് ആണ് അല്ലെങ്കിൽ ഫോമിക് ആസിഡ് ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആലോചിച്ച് വെക്കാം. പാലിൽ ലാക്ടിക് ആസിഡ് ആണ്, മോരിൽ, തൈരിലൊക്കെ.
Okay, അടുത്ത question. Sodium hydroxide is termed an alkali while ferric hydroxide is not. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലി ആണ്, പക്ഷെ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആൽക്കലി അല്ല എന്നാ പറഞ്ഞത്. ഹൈഡ്രോക്സൈഡ് എന്ന് വന്നത് കൊണ്ട് രണ്ടാൾക്കാർ ബേസ് ആയിരിക്കും. അപ്പൊ മക്കളെ ബേസും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എല്ലാ ബേസിനെയും നമുക്ക് ആൽക്കലി എന്ന് വിളിക്കാൻ പറ്റുമോ? എല്ലാ ബേസുകളും എന്തല്ല? ആൽക്കലി അല്ല. ആരെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുക? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെ മാത്രമേ ആൽക്കലി എന്ന് വിളിക്കുള്ളൂ അല്ലേ? വാട്ടർ സൊല്യൂബിൾ ബേസസ്, അതായത് എല്ലാ ബേസസും വാട്ടർ സൊല്യൂബിൾ ആവണമെന്നില്ല, വെള്ളത്തിൽ ലയിക്കണമെന്നില്ല. അപ്പം ഏതൊക്കെ ബേസ് ആണോ വെള്ളത്തിൽ ലയിക്കുന്നത് അവരെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുക. വെള്ളത്തിൽ അലിയുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് strong base while ferric hydroxide is a weak base. strong base ഉം weak base ആയതുകൊണ്ട് weak base ആയതുകൊണ്ട് നമുക്ക് അത് ആൽക്കലി അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്തതോ sodium hydroxide is a base which is soluble in water while ferric hydroxide is also a base but it is not soluble in water. അതല്ലേ മക്കളെ കറക്റ്റ്? രണ്ടാളുകളും ബേസ് ആണ്, പക്ഷെ ഒരാൾ വെള്ളത്തിൽ അലിയും, ഒരാൾ വെള്ളത്തിൽ അലിയില്ല. വെള്ളത്തിൽ അലിയാത്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും ആൽക്കലി എന്ന് വിളിക്കില്ല, അത് വെറും ബേസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. A student took a small amount of copper oxide in a conical flask and added dilute hydrochloric acid to it with constant stirring. He observed a change in color of the solution. Write the name of the compound formed and its color. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു കോപ്പർ ഓക്സൈഡും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടാന്നാണ് മക്കളെ. കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ് അല്ലേ? കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡിന് എന്ത് നേച്ചറാ? MB എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽ ഓക്സൈഡ് ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പം ആസിഡും ബേസും നമ്മൾ റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും കിട്ടും. അതേപോലെ മെറ്റൽ ഓക്സൈഡ് റിയാക്ട് ചെയ്താലും മെറ്റൽ ഓക്സൈഡ് ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? CuCl2 എന്ന് പറയുന്ന സോൾട്ടിനെയും അതേപോലെ നമ്മുടെ വാട്ടറിനെയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആരെയാണ് നമ്മുടെ പ്രോഡക്റ്റ്? കോപ്പർ ക്ലോറൈഡ് അല്ലെങ്കിൽ CuCl2 ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി ഇതിന്റെ കളർ എന്തായിരിക്കും അറിയോ മക്കളെ? ഒരു ബ്ലൂ ഗ്രീൻ കളർ ആയിരിക്കും കേട്ടോ. ഒരു ബ്ലൂ ഗ്രീൻ കളർ ആയിരിക്കും നമ്മുടെ ഈ ഒരു CuCl2 ഉണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത എന്താ? റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ ഇതാ ബാലൻസ് ചെയ്തു. അതായത് കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CuO ആണ്, പ്ലസ് HCl ഗിവ്സ് CuCl2 പ്ലസ് H2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ നോക്കാം. കോപ്പർ ഇവിടെ 1, ഓക്സിജൻ 1, ഹൈഡ്രജൻ 1, ക്ലോറിൻ 1. റിയാക്ടറിന്റെ സൈഡിൽ എല്ലാ ആൾക്കാരും ഒന്നാണ്. പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് പോകാം. കോപ്പർ 1, ക്ലോറിൻ 2, അതേപോലെ ഹൈഡ്രജനും 2. ഇവിടെ ആരൊക്കെ നമ്മളെ ചതിച്ചു? ഹൈഡ്രജനും നമ്മളെ ചതിച്ചു. H2 അല്ല കേട്ടോ, H2 ആണ്, വാട്ടർ ആണ്. മിസ് H2 എന്നല്ല എഴുതിയത്, H2O ആണ്, വാട്ടർ കേട്ടോ. ഓക്കെ, H2. ആര് നമ്മളെ ചതിച്ചു? നമ്മുടെ ഹൈഡ്രജനും അതേപോലെ ക്ലോറിനും നമ്മളെ ചതിച്ചു. അതായത് ഹൈഡ്രജനും ക്ലോറിനും പ്രോഡക്റ്റിന്റെ സൈഡിൽ 2 എണ്ണം ഉണ്ട്, പക്ഷെ റിയാക്ടറിന്റെ സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ദാ ഇവിടെ ഇതിന് മുന്നിലായിട്ട് ഒരു 2 ആഡ് ചെയ്താൽ പോരെ? 2 ആഡ് ചെയ്തപ്പോൾ ഹൈഡ്രജനും 2 എണ്ണമായി, അതേപോലെ ക്ലോറിനും 2 എണ്ണമായി അല്ലേ? അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ബാലൻസും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സജസ്റ്റ് എ സേഫ് പ്രൊസീജിയർ ഓഫ് ഡൈല്യൂട്ടിംഗ് എ സ്ട്രോങ് കോൺസെൻട്രേറ്റഡ് ആസിഡ്. ഒരു സ്ട്രോങ് കോൺസെൻട്രേറ്റഡ് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു സേഫ് പ്രൊസീജിയർ പറയാനാണ്. അപ്പം നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യേണ്ടത്? ഒരു പാത്രത്തിൽ നമ്മൾ എന്തെടുക്കുന്നു? വാട്ടർ എടുക്കുന്നു, വെള്ളം എടുക്കുന്നു. അതിൽ നമ്മൾ ഡ്രോപ്പ് വൈസ് ആയിട്ട് ആരെ ആഡ് ചെയ്യുന്നു? നമ്മുടെ ആസിഡിനെ ആഡ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ് അല്ലേ? ആസിഡ് ഇസ് ആഡഡ് ടു വാട്ടർ ഡ്രോപ്പ് വൈസ്ലി വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് ആസിഡ് ഡ്രോപ്പ് വൈസ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ വാട്ടറിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ മിക്സിംഗ് ആസിഡ് വിത്ത് വാട്ടർ. കാരണം ആസിഡും വാട്ടറും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര വലിയ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഹെൻസ് ദ ആസിഡ് ഈസ് ഓൾവേസ് ഡൈല്യൂട്ടഡ് ബൈ ആഡിങ് ദ ആസിഡ് ടു വാട്ടർ സ്ലോലി ആൻഡ് വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ്. എങ്ങനെയാണ്? ആസിഡ് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും അത് ഡൈല്യൂട്ട് ചെയ്യുക വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത എന്താ? നെയിം ദ സോൾട്ട് ഫോം വെൻ സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ടു സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് pH എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ
സൾഫ്യൂരിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ്. NaOH ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്, H2SO4 ആണ് നമ്മുടെ NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്താൽ ആരുണ്ടാവാന്നറിയോ? Na2SO4 എന്ന് പറയുന്ന നമ്മുടെ സോഡിയം സൾഫേറ്റും അതേപോലെ തന്നെ വാട്ടറും ഉണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? Na2SO4 എന്ന് പറയുന്ന നമ്മുടെ സോഡിയം സൾഫേറ്റും അതേപോലെ വാട്ടറും ആയിരിക്കും എന്തായിട്ടുണ്ടാവുക? പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുക കേട്ടോ. വാട്ടറും പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവും. റെഡി? ക്ലിയർ ആണോ? ഇനി ഇതിന്റെ pH കണ്ടുപിടിക്കാൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ദേ നോക്കിയേ, ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്ന സോൾട്ട് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള Na2SO4 അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ ആണെന്ന് വെച്ചാൽ അതിന്റെ pH എത്രയാ മക്കളെ? pH 7 ആയിരിക്കില്ലേ? സോ ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ സോൾട്ടും അതേപോലെ pHും കണ്ടുപിടിക്കുന്നത്. അപ്പൊ സോൾട്ട് ഏതാണ്? നമ്മുടെ സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ Na2SO4 ആണ്. pH വാല്യൂ എത്രയാ മക്കളെ? 7 ആണ്. കാരണം കോൺസെൻട്രേറ്റഡ് ആസിഡും കോൺസെൻട്രേറ്റഡ് ബേസും ആയതുകൊണ്ട്, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആയതുകൊണ്ട് pH 7 ആണ്. ഓക്കെ, സോഡിയം സൾഫേറ്റ് is formed by reaction between sodium hydroxide and sulfuric acid, which are strong base and strong acid respectively. Thus, it is a neutral salt with pH 7. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഡ്രൈ HCl ഗ്യാസ് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. വൈ? എന്തുകൊണ്ടാണ് ഡ്രൈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഡ്രൈ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാറ്റാത്തതെന്ന്? മക്കളെ, ഡ്രൈ ആവുന്ന കേസിൽ ഈ HClനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വാട്ടറിന്റെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലാണ് ഇവർ അസിഡിക് ക്യാരക്ടർ കാണിക്കുള്ളൂ. അപ്പോൾ H+ അയോൺസ് ഉണ്ടാവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഡ്രൈ HCl ആസിഡ് പ്രോപ്പർട്ടി കാണിക്കാത്തത് കേട്ടോ. അപ്പൊ എന്താണ്? the color of litmus paper changes only in the presence of ions like hydrogen or hydronium ion. HCl can produce this ion only in the form of aqueous solution. Hence dry HCl gas does not change the color of dry litmus paper. അതായത് വെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ aqueous solution മാത്രമേ നമ്മുടെ HClന് H+ ions ഉണ്ടാക്കാൻ പറ്റൂ. H+ ions ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡ്രൈ ആയിട്ടുള്ള കേസിൽ ഇവരുടെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാറാത്തത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ട്രൂ ഫോർ ബേസസ്. ബേസസ് ആർ ബിറ്റർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നില്ല. ബിറ്റർ എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നില്ല. ബേസസ് ഹാവ് എ pH ലെസ് ദാൻ 7. അതും പൊട്ടത്തെറ്റാണ്. ബേസസിന്റെ pH എപ്പോഴും ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ബേസസ് ആർ സോ ചേഞ്ച് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ സോർ ടേസ്റ്റ് ആണോ? അത് ആസിഡിന് പോയി. അപ്പൊ ഏതാ? ബേസസ് ടേൺ പിങ്ക് വെൻ എ ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലീൻ ഈസ് ആഡഡ് ടു ദം. അത് കറക്റ്റ് അല്ലേ? ബേസിലെ ഫിനോഫ്തലീന്റെ കളർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പിങ്ക് ആയിരിക്കും. നമ്മൾ ഫിനോഫ്തലീന് BP കൂടുതലാണെന്നുള്ള രീതിയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പറയുന്ന അടുത്ത ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം മക്കളെ. എമംഗ് ദ ഫോളോയിങ് ദ മെറ്റൽ വിത്ത് ലോവസ്റ്റ് ഡെൻസിറ്റീസ് ലിഥിയം, ലെഡ്, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റൽ ഏതാ? ലിഥിയം ആണ് കേട്ടോ. പഠിച്ചു വെക്കുക, ലിഥിയം എന്ന് പറയുന്ന മെറ്റലിനാണ് ഡെൻസിറ്റി കുറവ്. അടുത്ത എന്താ? അസേർഷൻ സിങ്ക് ഓക്സൈഡ് ഇസ് an amphoteric oxide. Reason, metal oxide which react with both acids as well as bases are known as amphoteric oxide. കറക്റ്റ് അല്ലേ മക്കളെ? എന്താ amphoteric oxide എന്ന് വെച്ചാൽ അതായത് സാധാരണ നമ്മുടെ മെറ്റൽ ഓക്സൈഡിന് എന്ത് സ്വഭാവമാണ്? ബേസിക് സ്വഭാവമാണ്. പക്ഷെ ചില മെറ്റൽ ഓക്സൈഡ്സിന് ബേസിക് സ്വഭാവവും അതേപോലെ അസിഡിക് സ്വഭാവവും കാണിക്കാനുള്ള കഴിവുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ സിങ്ക് ഓക്സൈഡ്, അതേപോലെ അടുത്ത നമ്മുടെ Al2O3 എന്ന് പറയുന്ന അലൂമിനിയം ഓക്സൈഡ്. ഈ രണ്ടാൾക്കാരാണ് നമ്മുടെ amphoteric ഓക്സൈഡ്സിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കറക്റ്റ് അല്ലേ? അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. രണ്ടും കറക്റ്റ് ആണ്, റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് amphoteric oxide? Some metal oxides such as aluminum oxide and zinc oxide show both acidic as well as basic behavior. Such metal oxide which react with both acids as well as bases to produce salt and water are known as amphoteric oxide. Example ഏതപ്പ? Al2O3, HCl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ബേസിക് നേച്ചർ കാണിക്കും. ഇനി അതല്ല നമ്മുടെ Al2O3 NaOH സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അസിഡിക് നേച്ചറും കാണിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്റെ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റൻ ആണ്, ബ്രോൺസ് ഇസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്, അലൂമിനിയം ആൻഡ് ടിൻ, കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ടിൻ. ബ്രോൺസ് അല്ലേ പറഞ്ഞത്? അപ്പൊ എന്റെ മക്കൾ പഠിച്ചു വെക്കുക, ടിങ്കോ ബ്രോ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ,
ടിങ്കു ബ്രോ എന്ന് പഠിച്ചു വെക്കുക. അതായത് ബ്രോൺസ് എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ്? ടിന്നും അതേപോലെ കോപ്പറുമാണ്. ടിന്നും കോപ്പറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ബ്രോൺസ് ഉണ്ടാവുന്നത് പഠിച്ചു വെക്കാം. ഇനി അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ, ബ്രാസ് ഇല്ലേ മക്കളെ? ബ്രാസ് പഠിച്ചു വെക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിങ്കോ ബ്രാസ് എന്ന് പഠിച്ചാൽ മതി. അതായത് സിങ്കും കോപ്പറും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ബ്രാസ് ഉണ്ടാവുന്നത്. അപ്പോൾ ടിങ്കു ബ്രോനെയും സിങ്കു ബ്രാസിനെയും ആലോചിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നിങ്ങളോട് മാറിപ്പോവില്ല. ഓക്കെ, സിങ്കു ബ്രോ ആൻഡ് ടിങ്കു ബ്രാസ് ആലോചിക്കുക കേട്ടോ. ബ്രോൺസ് കോപ്പറും ടിന്നും ആണ്, ബ്രാസ് ആണെങ്കിൽ കോപ്പറും സിങ്കുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻ ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമേഷനിലെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാണിക്കാനാണ്. അപ്പം നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. സോ 2A2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതേപോലെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം മഗ്നീഷ്യത്തിന് നമുക്ക് എങ്ങനെ വരയ്ക്കാം? മഗ്നീഷ്യം വരയ്ക്കുന്നു, അവസാനത്തെ ഷെല്ലിലെ 2 ഇലക്ട്രോൺസ് മാത്രം കാണിച്ചാൽ മതി അല്ലേ? മഗ്നീഷ്യത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കാണിക്കുന്നു. ഇനി മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കില്ലേ? പക്ഷെ നമ്മുടെ ക്ലോറിന് 1 ഇലക്ട്രോണിനെ മതി. ഓക്കെ, ക്ലോറിന് 1 ഇലക്ട്രോണിനെ മതി, പക്ഷെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പം മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ വേണ്ടി 2 ക്ലോറിൻ വേണം അല്ലേ? അപ്പം 2 ക്ലോറിനുമായിട്ടായിരിക്കും നമ്മുടെ മഗ്നീഷ്യം റിയാക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ടാവും. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ മാത്രം നമ്മൾ കാണിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെയും ഒരു ക്ലോറിൻ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടുന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും പോകും, ഇവിടുന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും പോകും. അപ്പം മഗ്നീഷ്യത്തിന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസും പോയി. അപ്പം മഗ്നീഷ്യം എന്തായിട്ട് മാറും? Mg2+ ആയിട്ട് മാറും അല്ലേ? Mg2+ ആയിട്ട് മാറും. എന്നിട്ടോ ക്ലോറിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് വന്നു അല്ലേ? അപ്പോൾ ഒരു ക്ലോറിൻ നമ്മൾ കാണിക്കുക. അപ്പോൾ ഒരു ക്ലോറിൻ്റെ അടുത്ത് ഓൾറെഡി 1 2 3 4 5 6 7 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ 1 ഇലക്ട്രോണും കൂടെ വന്നു. അങ്ങനെ എത്ര ക്ലോറിൻ ഉണ്ട്? ഇങ്ങനത്തെ 2 ക്ലോറിൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ 2 ക്ലോറിൻ ഉണ്ടാവും, മൈനസ് ചാർജും ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ MgCl2 കേട്ടോ. അപ്പോൾ 2 ക്ലോറിനും കൂടെ 2 മൈനസ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മഗ്നീഷ്യം ക്ലോറൈൻ്റെ ഇലക്ട്രോൺ, ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കാം. അടുത്ത നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? List 2 properties of ionic compounds other than their high melting and boiling point. Ionic compounds already high melting point ഉം high boiling point ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? അയോണിക് കോമ്പൗണ്ട്സ് ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അതേപോലെ വാട്ടറിൽ സൊല്യൂബിൾ ആയിരിക്കും. ഇവർ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാം. അപ്പോൾ ഒന്ന് മിസ് ഇവിടെ എടുത്തിട്ടുള്ളത് സൊല്യൂബിലിറ്റി ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ഇൻസൊല്യൂബിൾ ഇൻ സോൾവെന്റ് such as kerosene, petrol. കെറോസിനും പെട്രോളും പോലത്തെ നോൺ പോളാർ സോൾവെന്റിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കും, പക്ഷെ വാട്ടർ പോലത്തെ പോളാർ സോൾവെന്റിൽ അത് സൊല്യൂബിൾ ആയിരിക്കും. അതേപോലെ അടുത്ത് എന്ത് പറയാം? കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പറയാം അല്ലേ? നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സ് മോൾട്ടൺ സ്റ്റേറ്റിലും അതേപോലെ അക്വസ് സ്റ്റേറ്റിലും, ഉരുകിയ അവസ്ഥയിലും വെള്ളത്തിലായിരിക്കുന്ന അലിഞ്ഞിരിക്കുന്ന അക്വസ് സ്റ്റേറ്റിലും എന്ത് കടത്തിവിടുന്നുണ്ട്? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നുണ്ട്. പക്ഷെ സോളിഡ് സ്റ്റേറ്റിൽ ഇവർ എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 പ്രോപ്പർട്ടീസ് എഴുതി കഴിഞ്ഞാൽ ആ മാർക്കും കിട്ടി. അടുത്ത എന്താ? വൈൽ ഫോമിംഗ് അയോണിക് കോമ്പൗണ്ട്സ് sodium chloride, how does sodium atom attains a stable configuration എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് സോഡിയം ക്ലോറൈഡിന്റെ കേസിലാണ് ചോദിച്ചത്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ മക്കളെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോ 281 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി നമ്മുടെ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോ 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എന്താ നടക്കുക? ഇതാ നമ്മുടെ സോഡിയത്തിൻ്റെ അടുത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്, അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ നമ്മുടെ ക്ലോറിൻ്റെ കയ്യിലാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സോഡിയത്തിൻ്റെ കയ്യിലുള്ള ഈ 1 ഇലക്ട്രോൺ നമ്മുടെ ക്ലോറിന് കൊടുക്കും. അതല്ലേ സംഭവിക്കുന്നേ? അങ്ങനെ സോഡിയം എന്തായിട്ട് മാറും? സോഡിയം Na+ ആയിട്ട് മാറും. 1 ഇലക്ട്രോൺ കൊടുത്തില്ലേ? Na+ ആയിട്ട് മാറും. ക്ലോറിൻ ആണെങ്കിലോ മക്കളെ, എവിടെ നമ്മുടെ ക്ലോറിൻ ആണെങ്കിൽ 2 4 6 7 ഇലക്ട്രോൺ ഉണ്ട്. അവിടത്തേക്കാണ് ആരും കൂടെ വന്നത്? നമ്മുടെ സോഡിയത്തിൻ്റെ 1 ഇലക്ട്രോണും കൂടെ വന്നു. അങ്ങനത്തെ ഒറ്റ ക്ലോറിനേ ഉള്ളൂ. അങ്ങനെ Cl എന്തായി? മൈനസായി. ഓക്കെ, Na+Cl- എന്നാകും. അപ്പോൾ സോഡിയം എങ്ങനെയാണ് സ്റ്റേബിൾ ആകുന്നത്? സോഡിയം ഡൊണേറ്റ്സ് 1 ഇലക്ട്രോൺ. സോഡിയം എന്ത് ചെയ്യുന്നു?
ഡൊണേറ്റ്സ് 1 ഇലക്ട്രോൺ. സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ സോഡിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടാണ് സ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ +1ലേക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ വെറും 5,999 മാത്രമാണ് നിങ്ങൾക്ക് ബാച്ച് ഫീ വരുന്നത്. അപ്പോൾ +1 നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഒട്ടും തന്നെ സമയം കളയണ്ട, വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാച്ചിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്. അതേപോലെ തന്നെ നമ്മുടെ CBSE 10ന്റെ ലക്ഷ്യ ബാച്ചിലും എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ വെറും 2499 2,500 രൂപ മാത്രമാണ് നമ്മുടെ ഫീ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾക്ക് അവൈലബിൾ ആയിരിക്കും. അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ CBSE 10 ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ +1 നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അഗ്നി ബാച്ച് ഉണ്ട്, 5,999 ആണ്. അതേപോലെ കൊമേഴ്സ് ആണ് എൻ്റെ മക്കൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5,999 ആണ്. നമ്മുടെ കൊമേഴ്സിൻ്റെ ജ്വാല ബാച്ച് ഉണ്ട്. ഇനി അതല്ല +1 നീറ്റും കൂടെ എൻ്റെ മക്കൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൃഥ്വി ബാച്ച് ഉണ്ട്, 8,999 ആണ് ഫീ. അതല്ല JEE എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ +1ൻ്റെ യോധ ബാച്ച് ഉണ്ട്, അതും 8,999 ആണ് ഫീ കേട്ടോ. അതേപോലെ നമ്മുടെ +1 +2 റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉണ്ട്. എക്സാമിനറിൻ്റെ ക്യാമ്പസിൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം എക്സാമിനറിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരൊറ്റ കോൾ മതി, ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.